ഇത് നമ്മുടെ 91ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ കുമളി ഗ്രാമപഞ്ചായത്തിനെ കുറിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ചെയ്യുന്ന പല എപ്പിസോഡുകളും ഞാൻ അടുത്ത് പോയി സാങ്ഷൻ ഒന്നും വാങ്ങാറില്ല. സാങ്ഷൻ വാങ്ങാൻ എന്നോട് പറയും കേന്ദ്രമന്ത്രിസഭയുടെ ഇത് വേണം, ഒരു സ്കൂൾ ചെയ്യണമെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ വേണം. നമ്മൾ എത്ര നല്ലതായിട്ട് ചെയ്താലും അത് തന്നെ. ഇതിപ്പോൾ നല്ലതായിട്ട് ചെയ്യുന്നതല്ല, ഇതൊക്കെ ഒത്തിരി നന്മകളുള്ളതുകൊണ്ടാണ്. ഇതിനു മുമ്പ് കുറച്ച് കാലം മുമ്പ് മറ്റൊരു ഭരണകക്ഷിയാണ് ഇത് ഭരിച്ചിരുന്നത്. അന്ന് നല്ലതാണ് എനിക്ക് അഭിപ്രായമുള്ളൂ. കാരണം അന്നൊക്കെ ഉമ്മൻചാണ്ടി സാറിൻ്റെയൊക്കെ കാലത്ത് അനുവദിച്ച വീടുകളൊക്കെയാണ് ഇപ്പോഴും കൊടുക്കുന്നത്. അത് കൊടുത്തു തീർത്തിട്ടേ ബാക്കിയൊക്കെ വീടുകൾ കൊടുക്കാവുള്ളൂ. ഇനി ബാലൻസ് കിടക്കാണ്. അതുപോലെ ഇപ്പോൾ ഭരിക്കുന്ന പഞ്ചായത്ത് ഭരിക്കുന്ന കക്ഷിയാണെങ്കിലും നെഗറ്റീവ്സ് എല്ലാം നമുക്ക് വിടാം, പോസിറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങൾ. കാരണം ഇവിടെ ഒന്ന് പാവങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട ഒരു ആവശ്യകതയൊന്നുമില്ല. പല കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്നുണ്ട്. പഴയ മെമ്പർമാർ പോലും ഈ കക്ഷികളുടെ ഇത് നല്ല കാര്യങ്ങൾ ഇപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ജോലി സമയങ്ങളിൽ ഇവിടെ ഇപ്പം കമ്മിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ഈ സാങ്ഷൻ എടുക്കാതെ ഞാൻ പല പ്രാവശ്യം സാങ്ഷന് ശ്രമിച്ചു. പിന്നെ ചെയ്യാം, പിന്നെ സാങ്ഷൻ തരാം. അവർ ഈ കമ്മിറ്റി കൂടി എല്ലാം വരുമ്പോഴത്തേനും എനിക്ക് എന്നിട്ട് 150 വയസ്സ് വരെ ഞാൻ ജീവിക്കുകയല്ലോ. അതുകൊണ്ട് ജനങ്ങൾ കയറി ചെയ്തത്. അതുകൊണ്ട് വിശദമായിട്ട് എല്ലാവരും മീറ്റിങ്ങിലാണ്. അതുകൊണ്ടാണ് ഉൾഭാഗങ്ങൾ പലതിൻ്റെയും ഞാൻ ചെയ്യാതിരിക്കുന്നത്. പക്ഷേ പാവങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ സാധിച്ച് കിട്ടുന്നുമുണ്ട്. അങ്ങനെ ഒന്ന് ക്യൂ നിൽക്കേണ്ട, നമുക്ക് ധൈര്യമായിട്ട് ചോദ്യം ചെയ്യാം. നമുക്ക് അവിടെ കൗണ്ടറിൽ എന്താണ് നടക്കാത്തതെന്ന്. കാരണം അവിടെ വന്ന് പണ്ടത്തെ ഒരവസ്ഥയല്ല, ജനങ്ങൾ ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കും. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ, കാരണം പഞ്ചായത്ത് പ്രസിഡൻ്റാണേലും വൈസ് പ്രസിഡൻ്റാണേലും മറ്റ് അംഗങ്ങളാണേലും എന്താണ് അവരുടെ കാര്യം സാധിച്ചു കൊടുക്കാത്തതെന്ന് ചോദിക്കും. അവർ കൂടെ പോയി ഓരോ കാര്യങ്ങളും കൗണ്ടറിൽ പോയി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കണ്ടുണ്ട്. ഓഫീസിലെ സ്റ്റാഫാണേലും എല്ലാം നല്ല നല്ലപോലെ ഒരു കാര്യത്തിന് ചെന്നാൽ എൻ്റെ അനുഭവത്തിൽ നിന്നും പറയാം, ഞാൻ പലതും കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടുത്തെ വേസ്റ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ 15 സ്റ്റാഫുണ്ട് ഇവിടെ ക്ലീനിങ് ആയിട്ട്. ഗ്രീൻ കുമളി എന്ന് പറയുന്ന ഹരിതകർമ്മസേനയുടെ അതിൻ്റെ ഇൻചാർജ് ജെയ്സനാണ്. ജെയ്സൺ വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇനി സാങ്ഷൻ കിട്ടട്ടെ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു എപ്പിസോഡ് വിശദമായിട്ട് ചെയ്യാം. പഠനമൊക്കെ നടത്തിയത് എനിക്കൊരു സാങ്ഷൻ തരട്ടെ. ഇപ്പോൾ ഞാൻ ഇത്രയും ചെയ്തതാണ്. എനിക്ക് ഈ പഞ്ചായത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇതിനു മുമ്പ് ഭരിച്ചിരുന്നത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും സൂചിപ്പിക്കാനൊന്നും പറയുന്നത് നല്ല രീതിയിലാണ് ഭരണമൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പണ്ട് ഒരു കാലത്ത് ഇതൊരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. അപ്പുറത്തായിരുന്നു പഞ്ചായത്തിൻ്റെ ഓഫീസ്. അവിടെ ഇപ്പം എന്തോ ഒരു ഹോസ്പിറ്റൽ നടത്തുകയാണ്. അവിടെ എന്തൊക്കെയോ സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങോട്ട് മാറിയതാണ്. പണ്ടത്തെ ഒരവസ്ഥയല്ല ഇപ്പം. അത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. നന്ദി, നമസ്കാരം. കുമളി പഞ്ചായത്ത് ഓഫീസാണ്. ഇതിൻ്റെ ഡീറ്റെയിലുകളൊന്ന് ചെയ്യാമെന്ന് സാങ്ഷൻ ചോദിച്ചിട്ട് കിട്ടിയില്ല. ഞാനിങ്ങനെ സാങ്ഷൻ വാങ്ങി അധികമൊന്നും ചെയ്യാൻ പോവുകയില്ല. കാരണം പിന്നെ കിട്ടുകയല്ലോ. സാങ്ഷൻ കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. ഇതാണ് പ്രസിഡൻറ്റിൻ്റെ ഓഫീസ്. ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ പ്രവേശന കവാടമാണത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഓഫീസ് തുടങ്ങുന്നത്. അതിന് അപ്പുറത്തൊന്നും ഉണ്ട്. ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ പ്രവേശന കവാടമാണത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഓഫീസ് തുടങ്ങുന്നത്. അതിന് അപ്പുറത്തൊന്നും ഉണ്ട്. ഗ്രാമപഞ്ചായത്ത് കാര്യാലയം അതാണ് ഇപ്പോഴത്തെ സെമി ഹാള്. ഇതാണ് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഓഫീസാണ്. ഇത് നേരത്തെ അപ്പുറത്തായിരുന്നു. ഇതിപ്പോൾ ഇങ്ങോട്ട് മാറിയതാണ്. കാര്യക്ഷമമായിട്ടാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. എല്ലാം നല്ല ഇതിലാണ്. ഇവിടെ ബാത്റൂമൊക്കെ ഉണ്ട്. ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ള ബാത്റൂം, 24 മണിക്കൂറും വാട്ടർ ഇതൊക്കെ ഉണ്ട് അവിടെ. ഓഫീസ് അവിടെയാണ്. എല്ലാ കാര്യങ്ങൾക്കും അപേക്ഷ വെക്കേണ്ടതൊക്കെ അവിടെയാണ്. ഇതാണ് ഇവിടെ എല്ലാ ചികിത്സകളും നല്ല ഡോക്ടറാണ്. ഇവിടെ നല്ല പരിഗണന കിട്ടുന്ന ഒരു സംഭവമാണ്. ഗ്രീൻ കുമളിയുടെ ഹരിതകർമ്മസേനയുടെ വാഹനമാണ്. ഇതിലാണ് ക്ലീനിങ് ഒക്കെ നടക്കുന്നത്. ഇതാണ് ആയുർവേദ സർക്കാരിൻ്റെ ആയുർവേദ ഹോസ്പിറ്റൽ. ഇവിടെ കിട്ടുന്ന നല്ല ചികിത്സയാണ്. ആരും 10 പൈസ മുടക്കാതെ നല്ല ചികിത്സ മരുന്നുകളെല്ലാം ഇവിടെ. ഹോട്ടലിൽ 20 രൂപയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ ഇതിനകത്താണ് സ്ത്രീയുടെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഏരിയയൊക്കെ. ഇതിൻ്റെ താഴെയുള്ള പഞ്ചായത്ത് മെമ്പർമാരുടെ ഓഫീസുകളും കാര്യങ്ങളുമാണ്. ഇന്ന് മീറ്റിങ്ങൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഒരു ഹാളിലാണ്, കോൺഫറൻസ് ഹാളിലാണ്
അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടുത്തെ ഓഫീസ് വർക്കുകൾ നടക്കുന്ന സ്ഥലം ഇതാണ്. ഇവിടുത്തെ ഓരോ സ്റ്റാഫിൻ്റെ ഡീറ്റെയിലുകൾ. ഇത് ഹരിതകർമ്മസേനയുടെ ഡീറ്റെയിലുകളാണ്. ഇവിടുത്തെ ഓഫീസ് വർക്കുകൾ നടക്കുന്ന സ്ഥലം ഇതാണ്. ഇവിടുത്തെ ഓരോ സ്റ്റാഫിൻ്റെ ഡീറ്റെയിലുകൾ. ഇത് ഹരിതകർമ്മസേനയുടെ ഡീറ്റെയിലുകളാണ്. പ്രസിഡൻറ്റിൻ്റെ ക്യാബിന്, ഇത് വൈസ് പ്രസിഡൻറ്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൻ്റെ ഇത് എന്നിവരുടെ മീറ്റിംഗാണ് ആ സമയത്ത് എടുത്തത്. കുമളി പഞ്ചായത്ത് ഓഫീസാണ്. ഇതിൻ്റെ ഡീറ്റെയിലുകളൊന്ന് ചെയ്യാമെന്ന് ചോദിച്ചു. സാങ്ഷൻ ചോദിച്ചിട്ട് കിട്ടിയില്ല. ഞാനിങ്ങനെ സാങ്ഷൻ വാങ്ങി അധികമൊന്നും ചെയ്യാൻ പോവുകയില്ല, കാരണം പിന്നെ കിട്ടുകയല്ലോ. സാങ്ഷൻ കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. ഇതാണ് പ്രസിഡൻറ്റിൻ്റെ ഓഫീസ്. ഗ്രാമപഞ്ചായത്ത് കാര്യാലയം അതാണ് ഇപ്പോഴത്തെ സെമി ഹാള്. ഇതാണ് ഈ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഓഫീസാണ്. ഇത് നേരത്തെ അപ്പുറത്തായിരുന്നു, ഇതിപ്പോൾ ഇങ്ങോട്ട് മാറിയതാണ്.